നമസ്കാരം. നമ്മളിന്ന് എന്തിനും ഏതിനും ചില ഒറ്റമൂലിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഈ പല ഒറ്റമൂലികളും ഭയങ്കര വില കൊടുത്ത് മേടിക്കുകയും യാതൊരുമായ പ്രയോജനം മനുഷ്യനുണ്ടാകാറില്ല. എന്നാൽ നല്ല രീതിയിൽ തന്നെ ചില മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് മനുഷ്യന് ആവശ്യമുള്ള രീതിയിലൊക്കെ സഹായിക്കുന്ന ഒരുപാട് വൈദ്യന്മാരും ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു വ്യക്തി പറഞ്ഞു, അയാളൊരു ക്രീം മേടിച്ച് ഒരുപാട് ഉപയോഗിച്ചു, പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. പിന്നെ ഫലം ഉണ്ടാകാൻ സാധ്യതയില്ല. അവർ പറയുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്, അതൊന്നും ഫോളോ ചെയ്യാഞ്ഞുകൊണ്ടാണ് ഈ ഫലം ഉണ്ടാകാഞ്ഞതെന്നൊക്കെ എന്നോട് പറഞ്ഞു. കണ്ടീഷൻസൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പാടാണ്. പലപ്പോഴും പല ആൾക്കാർ ഈ വക പറ്റിയിലൊക്കെ ചെയ്യാറുണ്ട്. ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ പഴയൊരു കഥ ഓർത്തു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത് കുറേ ആളുകളൊക്കെ വന്ന് ചോദിച്ചു, മുടി കൊഴിച്ചിലിന് അല്ലെ മുടി വളരാൻ മരുന്ന് വല്ലതും ഉണ്ടോ, എണ്ണ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വൈദ്യം പറഞ്ഞു, അങ്ങനൊരു മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങനൊരു മരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ വൈദ്യൻ്റെ അടുത്ത് സ്ഥിരമായ ആളുകൾ വന്നു നിന്നപ്പോൾ വൈദ്യം വിചാരിച്ചു, ഇത് നല്ലൊരു സംഭവമാണല്ലോ, എന്നാൽ പിന്നെ ഇതൊന്ന് തുടങ്ങിയാലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം ഒരു എണ്ണ കണ്ടുപിടിച്ചു. കുറേ നല്ല സംഭവങ്ങളൊക്കെ ചേർത്ത് എണ്ണ ഉണ്ടാക്കി. എന്നിട്ട് അയാളുടെ 2 മക്കൾ, ഒരു മകൾക്ക് നല്ല മുടിയും ഒരു മകൾക്ക് മുടി കുറവുമാണ്. ഇവരെ 2 പേരുടെയും ഫോട്ടോ എടുത്തിട്ട് ഈ എണ്ണ ഉപയോഗിക്കുന്നതിന് മുമ്പ് അല്ല ഈ എണ്ണ ഉപയോഗിച്ച ശേഷം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഈ പരസ്യം കാണുമ്പോൾ എപ്പോഴും അറിയാമല്ലോ, ഇപ്പോൾ സോപ്പിൻ്റെ പരസ്യത്തിൽ വരുന്ന പെൺകുട്ടി എപ്പോഴും ഭയങ്കര സുന്ദരിയായ പെൺകുട്ടിയാണ്. അത് ആ സുന്ദരിയായ സോപ്പ് കൊണ്ട് നല്ല അവരുടെ അപ്പൻ്റെ അമ്മയ്ക്കിയുടെ സൗന്ദര്യമാണ്. അല്ലെങ്കിൽ മുടി നന്നായിട്ട് ഉള്ള കൊച്ചായിരിക്കുമല്ലോ ഈ മുടിയുടെ അല്ല ഈ എണ്ണയുടെ പരസ്യത്തിൽ വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ അവർക്ക് ആ മുടി കാണും, നല്ല മുടിയായിരിക്കും. എനിവേ, അങ്ങനെ ആ പരസ്യം ഇട്ട് പത്രത്തിൽ പരസ്യം ഇട്ടു. ഇയാളുടെ വീട്ടിൽ നിറയെ ആൾക്കാരായി. അങ്ങനെ ഓരോ വ്യക്തികളെയും ഇയാൾ പേഴ്സണലി കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ എണ്ണ കൊടുക്കുന്നത്. അപ്പോൾ ഇയാൾ പറയും, അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഈ എണ്ണ തേക്കണം. പക്ഷെങ്കിൽ ഈ എണ്ണ തേക്കുമ്പം ഒരു കാരണവശാലും നിങ്ങൾ കരിങ്കുരങ്ങനെ മനസ്സിൽ ആലോചിക്കരുത്. അങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫലം കാണുകയില്ല. ഈ കരിങ്കുരങ്ങും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്തിനാണ് അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുളിച്ച് എണ്ണ തേക്കണമെന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോഴേ ഒരാവശ്യവുമില്ലാതെ കരിങ്കുരങ്ങനെ നമ്മൾ മനസ്സിൽ കാണും. നമ്മളെന്നാലും എണ്ണ തേക്കും. ഈ നല്ല പച്ചിലയൊക്കെ വെച്ച് നല്ല ഔഷധ ഗുണമൊക്കെ ഉള്ള പല സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയതായതുകൊണ്ട് ചിലപ്പം ചിലർക്കൊക്കെ ഒരു മുടിക്കൊരു എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ വന്നെന്നിരിക്കും. എന്നാൽ മാറ്റം വരാത്ത ആൾക്കാർ സ്വാഭാവികമായിട്ടും വിചാരിക്കും, അയാളുടെ എണ്ണയുടെ കുഴപ്പമല്ല, ഞാൻ എണ്ണ തേക്കാൻ നേരത്ത് കരിങ്കുരങ്ങനെ മനസ്സ് ചിന്തിച്ചുകൊണ്ടാണ്. ഞാനിതിവിടെ പറയാൻ കാര്യം, പല ഫെയർനെസ് ക്രീമുകളാണെന്ന് പറഞ്ഞാലും ഇത്തരം പല എണ്ണകളാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇത്തരം ഒരു നമ്പർ ആ കൂട്ടത്തിൽ അവർ കാണിക്കും.